ഇത് AI കാലമാണ്. ശബരിമല തീർത്ഥാടകരെ സഹായിക്കാനും AI സാങ്കേതികവിദ്യ എത്തിക്കഴിഞ്ഞു. വിവരങ്ങൾ അറിയാനും അപകടങ്ങളിൽ സഹായം ലഭിക്കാനും വേണ്ടിയാണ് സ്വാമി ചാറ്റ് ബോട്ട്. ആദ്യ സീസണിൽ തന്നെ തീർത്ഥാടകർ സ്വാമി ചാറ്റ് ബോട്ട് ഏറ്റെടുത്തു കഴിഞ്ഞു. ശബരിമല തീർത്ഥാടകർക്ക് തത്സമയം വിവരങ്ങൾ അറിയാനും തൽക്ഷണം സഹായം ലഭിക്കാനും ഇത്തവണ സ്വാമി ചാറ്റ് ബോട്ടുമുണ്ട്. സീസണിൽ ഇതുവരെ 1,00,000-ലധികം തീർത്ഥാടകരാണ് ഈ സേവനം ഉപയോഗിച്ചത്. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട എന്ത് വിവരവും അപ്പപ്പോൾ അറിയാം സ്വാമി ചാറ്റ് ബോട്ടിലൂടെ. 6238008000 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, കന്നഡ, തെലുങ്ക് ഭാഷകളിൽ സേവനം ലഭ്യമാകും. ക്ഷേത്രത്തിലെ പൂജാ വിവരങ്ങൾ, KSRTC ബസ്, ട്രെയിൻ വിവരങ്ങൾ, കാലാവസ്ഥ, നിലവിലെ തിരക്ക് തുടങ്ങി എല്ലാ വിവരങ്ങളും തത്സമയം അറിയാം. സ്വാമി ചാറ്റ് ബോട്ടിൻ്റെ ഒരു QR കോഡുണ്ട്. പിന്നെ നമുക്കുള്ള ഒരു മൊബൈൽ നമ്പറാണ്. ആ മൊബൈൽ നമ്പറിലേക്ക് നമ്മളൊരു ഹായ് ഇട്ട് കഴിയുമ്പോഴത്തേനും നമുക്ക് ചാറ്റ് ബോട്ട് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അതിനകത്ത് ആദ്യമേ വരുന്നത് നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനായിട്ട് വരും. അപ്പോൾ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് എന്ത് വിവരങ്ങളാണ് എന്തൊരു എമർജൻസിയാണ് ആൾക്ക് ആവശ്യമുള്ളതെന്ന് അതിനകത്ത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പോൾ അതിന് ഒന്നാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക, രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അങ്ങനെ ഓപ്ഷൻസ് നമ്പർ വൈസ് നമ്മൾ തിരഞ്ഞെടുത്താണ് ഈ ഒരു ചാറ്റ് ബോട്ടിലേക്ക് സേവനങ്ങൾ ലഭ്യമാക്കുന്നത്. വാഹനാപകടങ്ങൾ, മെഡിക്കൽ എമർജൻസികൾ, കൂട്ടം തെറ്റി കാണാതാവുക തുടങ്ങിയ പ്രശ്നങ്ങൾക്കും സ്വാമി ചാറ്റ് ബോട്ടിലൂടെ സഹായം ലഭിക്കും. നമുക്ക് ഇവിടെ ഈ ഒരു ഈ ഒരു കൺട്രോൾ റൂമിൽ തന്നെ ഏകദേശം 25-30 എമർജൻസീസ് ഇപ്പോൾ തന്നെ ഈ ഒരു 20 ദിവസത്തിനിടെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളതിന് പരിഹാരം കൊടുത്തിട്ടുമുണ്ട്. പിന്നെ അവരുടെ ഫീഡ്ബാക്ക് നമ്മൾ എടുക്കാറുണ്ട്. അവർ ഓക്കെ ആണോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കാറുമുണ്ട്. തീർത്ഥാടനം തുടങ്ങി 1 മാസം പിന്നിടും മുൻപ് തന്നെ 1,00,000 പേർ സേവനം ഉപയോഗിച്ചു കഴിഞ്ഞു. ചാറ്റ് ബോട്ടിൽ കൂടുതൽ ഫീച്ചറുകൾ ഉൾപ്പെടുത്താനുള്ള ആലോചനയിലാണ് പത്തനംതിട്ട ജില്ലാ ഭരണകൂടം. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു ML റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ, ഇൻ റിപ്പോർട്ടർ സന്നിധാനം.